എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്ന തോന്നൽ ശരിയാണോ എന്നതിനെക്കുറിച്ചാണ് നാം നോക്കുന്നത്. നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് 2 ഫയലുകളാണ്. 2 ഫയലുകളിൽ ഇഷ്ടമുള്ളൊരു ഫയൽ തിരഞ്ഞെടുക്കുക. അതിനുശേഷം നിങ്ങൾ വീഡിയോ തുറന്ന് കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. നമുക്ക് ഒന്നാമത്തെ ഫയലായ ആപ്പിൾ എന്ന ഫയൽ സ്വീകരിച്ച വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോകാം. ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്ന തോന്നൽ ശരിയാണോ എന്നതിനെക്കുറിച്ചാണ്. ആ വ്യക്തിയുടെ മനസ്സ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ്. നിങ്ങളെ ഇഷ്ടപ്പെടുമ്പോഴും നിങ്ങളോട് മാത്രം മനസ്സ് തുറക്കുന്നൊരു സ്വഭാവമാണ് ആ വ്യക്തിക്കുള്ളത്. നിങ്ങളോട് സംസാരിക്കുന്നത് പോലെ ആ വ്യക്തി മറ്റുള്ളവരോട് സംസാരിക്കാനോ മറ്റുള്ളവരുമായി ഇടപഴകാനോ ഇഷ്ടപ്പെടുന്നില്ല. ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു അതിരുവിട്ട സംസാരമോ അല്ലെങ്കിൽ മനസ്സ് തുറന്നുള്ള സംസാരമോ നിങ്ങളല്ലാത്ത മറ്റാരുടെയെങ്കിലും അടുത്ത് പറയാനോ പോലും അവരിഷ്ടപ്പെടുന്നില്ല. അവരെപ്പോഴും നിങ്ങളോട് മാത്രം മനസ്സ് തുറക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. നിങ്ങൾക്ക് വേണ്ടി മാത്രം ആണ് അവരുടെ ജീവിതം. നിങ്ങളല്ലാതെ മറ്റാരും ആയിട്ട് ആ വ്യക്തിക്ക് യാതൊരു ബന്ധവുമില്ല. മാത്രവുമല്ല, നിങ്ങളോട് മനസ്സ് തുറക്കുന്നത് പോലെ മറ്റാരോടും മനസ്സ് തുറക്കാൻ ആ വ്യക്തി തയ്യാറുമല്ല. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നുമൊക്കെ ആ വ്യക്തി മറിഞ്ഞ് വന്നതാണ്. ഒരുപാട് സങ്കീർണതകളും ഒരുപാട് പ്രശ്നങ്ങളും ആ വ്യക്തിയെ തൻ്റെ ജീവിതത്തിൽ ബാധിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ താൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മാത്രം നിലകൊണ്ട, ഒന്നും അന്യായമായി നേടാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയുടെ മനസ്സാണ് ആ വ്യക്തിക്കുള്ളത്. നിങ്ങളോട് ചില കാര്യങ്ങൾ തുറന്നു പറയാൻ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് സത്യമാണ്. നിങ്ങൾക്ക് പലപ്പോഴും അത് വിഷമമായി മാറിയിട്ടുണ്ട്. ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നോട് എന്തുകൊണ്ട് കാര്യങ്ങൾ തുറന്നു പറയുന്നില്ല, എന്നെ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല, എന്തുകൊണ്ടാണ് എന്നിൽ നിന്നും പല കാര്യങ്ങളും മറച്ചു വെക്കുന്നത് എന്നിങ്ങനെയുള്ള സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. യഥാർത്ഥത്തിൽ ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ്. നിങ്ങളെ അല്ലാതെ മറ്റാരെയും ഉൾക്കൊള്ളാനോ മറ്റാരെയും സ്നേഹിക്കാനോ ആ വ്യക്തിക്ക് കഴിയില്ല. തൻ്റെ ജീവിതത്തിൽ ഒരുപാട് സംഭവവികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ വ്യക്തിയെ സംബന്ധിച്ച് മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് വിഷമങ്ങൾ ആ വ്യക്തിക്കുണ്ടായിരുന്നിട്ടുണ്ട്. ആ സാഹചര്യങ്ങളിലെല്ലാം നിങ്ങളുടെ സ്നേഹമാണ് ആ വ്യക്തിക്ക് കരുത്തായിരുന്നത്. പലപ്പോഴും ഉള്ള സ്നേഹത്തെക്കുറിച്ച് വാചാലമായി സംസാരിക്കുകയോ വലിയ രീതിയിൽ പെരുമാറ്റത്തിലൂടെ അത് കാണിക്കുകയോ ചെയ്യാത്തൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് വ്യത്യസ്തത തോന്നുന്നത്. മാത്രമല്ല, ആ വ്യക്തിയെപ്പോലുള്ള മറ്റുള്ളവർ സ്നേഹം കൂടുതൽ പ്രകടിപ്പിക്കുമ്പോൾ ആ വ്യക്തി സ്നേഹം പ്രകടിപ്പിക്കാതിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് സംശയം തോന്നുന്നത്. അതിൻ്റെ അപ്പുറം തൻ്റേത് മാത്രമായ കാഴ്ചപ്പാടുകളുമായി മുന്നോട്ട് പോകുന്ന ആ വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടം തന്നെയാണ്. അടുത്തതായിട്ട് ഈ ഫയലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളെ ആ വ്യക്തി സ്നേഹിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ അത്യാവശ്യം നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്, നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് എന്തൊക്കെയോ നിങ്ങളിൽ നിന്ന് ആ വ്യക്തി മറച്ചു വെക്കുന്നുണ്ട്. ആ വ്യക്തി നിങ്ങളെ ഇതിനു മുമ്പ് കൂടുതലായി സ്നേഹിച്ചിരുന്നതാണ്. പക്ഷേ കുറച്ച് നാളുകളായിട്ട് നിങ്ങളോട് കൂടുതൽ സ്നേഹം ആ വ്യക്തി കാണിക്കുന്നില്ല. എന്തൊക്കെയോ ആ വ്യക്തി മനസ്സിൽ നിന്ന് മറച്ചു വെക്കുകയാണ്. ആത്മാർത്ഥമായി സ്നേഹിക്കാൻ ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല. എന്തോ ഒരു ശക്തി നിങ്ങളെ സ്നേഹിക്കുന്നതിൽ നിന്നും ആ വ്യക്തിയെ പിന്തിരിപ്പിക്കുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഏതോ ഒരു തരത്തിലുള്ള ഭയം, നിങ്ങളെ കൂടുതൽ സ്നേഹിച്ചാൽ, നിങ്ങളുമായി കൂടുതൽ ഇടപഴകിയാൽ കുഴപ്പമാണ് എന്നുള്ള തരത്തിലുള്ള ചില ധാരണകൾ ആ വ്യക്തിയിൽ ചിലർ ഉണ്ടാക്കിയിരിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് ആ വ്യക്തിയുടെ മനസ്സിൽ വിഷമം ഉണ്ടാകുന്നുണ്ട്, ആ വ്യക്തിയുടെ മനസ്സിൽ ദുഃഖമുണ്ടാകുന്നുണ്ട്. ആ വ്യക്തിയുടെ മനസ്സിൽ ദുഃഖവും വിഷമവും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകലാൻ ശ്രമിക്കുകയാണ്. മനസ്സിൻ്റെ ഉള്ളിൽ നിറയെ ഇഷ്ടമുള്ളപ്പോഴും
മറ്റേതോ ശക്തികളോ വ്യക്തികളോ ആ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റാൻ പ്രോത്സാഹിപ്പിക്കുകയാണ്. അവരെ കണ്ണുവെട്ടിച്ച് മനസ്സിൻ്റെ ഉള്ളിൽ സ്നേഹം നിറയെ വെക്കുന്നുണ്ട്, പക്ഷേ അത് നിങ്ങളോട് പ്രകടിപ്പിക്കാൻ ആ വ്യക്തിക്ക് കഴിയുന്നില്ല. അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും ആ വ്യക്തിയുടെ കാര്യത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടാവും കൃത്യമായി. അങ്ങനെ നിങ്ങൾ ചോദ്യം ചെയ്തപ്പോൾ ആ വ്യക്തിക്ക് മനസ്സിൽ വിഷമായി. തന്നെ മനസ്സിലാക്കാൻ ഈ വ്യക്തിക്ക് കഴിഞ്ഞില്ലല്ലോ, തന്നെ മനസ്സിലാക്കാത്ത ഒരാളെ താൻ എന്തിനാണ് സ്നേഹിക്കുന്നത്, തനിക്ക് എങ്ങനെ സ്നേഹിക്കാൻ കഴിയും എന്നുള്ള ഒരു മനസ്സുമായിട്ടാണ് ആ വ്യക്തി ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്നും അകലാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ അകലുന്നതായിട്ട് കാണിക്കുകയോ മുൻപ് നൽകിയിരുന്ന സ്നേഹം നിങ്ങൾക്ക് നൽകാതെ മാറി നിൽക്കുകയോ ചെയ്യുന്ന ഒരു രംഗം ഇവിടെയുണ്ട്, ഒരു ജീവിതഗതി ഇവിടെയുണ്ട്. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്ത് ഒരുമിച്ച് ജീവിച്ചു പോകാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. അപ്പോഴും ആ വ്യക്തിക്കൊപ്പം നിൽക്കുന്ന ചിലരുടെ വലിയ സമ്മർദ്ദം നിങ്ങളെ സ്നേഹിക്കാതിരിക്കാൻ, നിങ്ങളെ ഇഷ്ടപ്പെടാതിരിക്കാൻ ആ വ്യക്തിയിൽ സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട്. അതുതന്നെയാണ് ആ വ്യക്തിക്ക് ഒരുപാട് വിഷമമുണ്ടാക്കിയിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. യഥാർത്ഥത്തിൽ ആ വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടം തന്നെയാണ്, പക്ഷെ അത് പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. മനസ്സിലുള്ള സ്നേഹം തൻ്റെ ഇഷ്ട വ്യക്തിയോട് പ്രകടിപ്പിക്കാനുള്ള ഭാഗ്യം പലപ്പോഴും സിദ്ധിക്കാതെ പോകുന്ന, പല കാരണങ്ങൾ കൊണ്ട് സിദ്ധിക്കാതെ പോകുന്ന ഒരു വ്യക്തിയാണത്. അത് ആ വ്യക്തിയുടെ ഒരു നിർഭാഗ്യമാണ്, അല്ലെങ്കിൽ ജീവിതാവസ്ഥയാണ്. ചിലരെ ഭയപ്പെടുന്നുണ്ട്. അവരുടെ പ്രഭാവം കഴിയുമ്പോൾ നിങ്ങളെ ആ വ്യക്തി സ്നേഹിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ സ്നേഹത്തിൻ്റെ വില മനസ്സിലാകും.